ഗൂഗിൾ പേയിൽ നമ്മൾ ആഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകളെ പിന്നീട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ, അതായത് നമുക്ക് ഗൂഗിൾ പേയിൽ അവയെ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കേണ്ട എന്ന് തോന്നുന്ന ഒരു നിമിഷം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ബാങ്കുകളെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ റിമൂവ് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് വീണ്ടും ഗൂഗിൾ പേയിൽ തന്നെ ആഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീണ്ടും അതേ ബാങ്കുകളെ ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്യാനും കഴിയും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൂഗിൾ പേയുടെ സെറ്റിങ്സിൽ അന്ന് ചെറിയ മാറ്റങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഗൂഗിൾ പേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഗൂഗിൾ പേയിൽ ഒരു ബാങ്ക് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബാങ്കിനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിൽ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഫോൺ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റേണ്ടി വരിക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ആ ബാങ്കിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ ബാങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗൂഗിൾ പേയിലും വീണ്ടും അത് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അതിൽ വരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് മാറ്റണ്ട എന്നാണെങ്കിൽ താഴെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ഉണ്ടായിരുന്നു. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാതെ തന്നെ വളരെ എളുപ്പത്തിൽ ആ ബാങ്കിനെ വീണ്ടും ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാം. എന്നാൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകളെ നമ്മൾ ഗൂഗിൾ പേയുമായി ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 ബാങ്കോ അല്ലെങ്കിൽ 3 ബാങ്കോ നമ്മൾ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണമോ രണ്ടെണ്ണമോ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ആ ബാങ്കിനെ പിന്നീട് എപ്പോഴെങ്കിലും അതിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ബാങ്കിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് അപ്പോൾ തന്നെ ഗൂഗിൾ പേയുമായിട്ട് ലിങ്ക് ആകുന്നതാണ്. അതിൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ചോദിക്കില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇനി ഒരേ ഒരു ബാങ്ക് മാത്രമേ നിങ്ങൾ ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിലും ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് അത് റിമൂവ് ചെയ്യേണ്ടത്. ഗൂഗിൾ പേയിലൂടെയുള്ള ട്രാൻസാക്ഷൻ അടക്കമുള്ള എല്ലാ തരം വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ, കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിൽ ഓക്കെ, ഗൂഗിൾ പേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കുകളെ എങ്ങനെ റിമൂവ് ചെയ്യാം, അതേപോലെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ അടുത്തൊന്നും ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ അപ്ഡേറ്റ് ആകും. അതിനുശേഷം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിലുള്ള ഗൂഗിൾ പേയുടെ ഐക്കണിൽ പ്രസ് ചെയ്ത് ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഗൂഗിൾ പേക്ക് ഫിംഗർ പ്രിന്റ് ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിരൽ അതിൽ വെച്ച് ആദ്യം അതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ ഹോം സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ ഹോം സ്ക്രീൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ദാ ഇവിടെ എൻ്റെ പ്രൊഫൈൽ കാണുന്നുണ്ടല്ലോ, അതേപോലെ നിങ്ങളുടെ പ്രൊഫൈലും ഗൂഗിൾ പേയിൽ ഇവിടെ കാണും. അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായി ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിൻ്റെ നടുവിലായിട്ട് 3 ഓപ്ഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഞാൻ ഏതെല്ലാം ബാങ്കാണ് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ മുകളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് SBI ആണ്, മറ്റൊന്ന് യൂണിയൻ ബാങ്ക് ആണ്. ഞാൻ പണ്ട് മുതലേ ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാങ്ക് SBI ആണ് കേട്ടോ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ എപ്പോഴും ട്രാൻസാക്ഷനുകൾ നടത്തിയിരുന്നത്. എന്നാൽ കുറച്ച് മുമ്പായിട്ട് ഞാൻ യൂണിയൻ ബാങ്ക് അതിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ തീരെ യൂണിയൻ ബാങ്കിൽ ട്രാൻസാക്ഷനുകൾ ഒന്നും നടത്തുന്നില്ല. മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ഞാൻ ഒന്നിനും തന്നെ യൂണിയൻ ബാങ്കിൻ്റെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് GPayയിൽ നിന്ന് യൂണിയൻ ബാങ്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണുന്ന ബാങ്കുകളിൽ നമുക്ക് ഏത് ബാങ്കാണോ റിമൂവ് ചെയ്യേണ്ടത് അതിൽ പ്രസ് ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാൻ യൂണിയൻ ബാങ്കിൻ്റെ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൻ്റെ താഴെ കുറേ ഓപ്ഷനുകളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ഒരു ഓപ്ഷൻ അവിടെയല്ല ഉള്ളത്. ഇവിടെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട്
ഒരു 3 കുത്ത് ഈ കോർണറിൽ കാണുന്നുണ്ടല്ലോ, 3 ഡോട്ട്സ്, അതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അപ്പം അതിൽ ടച്ച് ചെയ്തപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് 3ാമത്തെ ഓപ്ഷൻ റിമൂവ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് ബാങ്ക് ആണോ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പം ഞാൻ ആ റിമൂവ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പം സ്ക്രീനിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ബാങ്ക് ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആയ UPI ID അല്ലെങ്കിൽ UPI IDകളോ, അതായത് ഒന്നോ അതിലധികമോ UPI IDകൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഡിലീറ്റ് ആകും എന്നാണ് ഈ ബോക്സിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു UPI ID ആണ് ക്രിയേറ്റ് ആവുക കേട്ടോ. എന്നാൽ നമുക്ക് ഒന്നിലധികം UPI IDകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു എക്സ്ട്രാ ഓപ്ഷൻ ആണ്. അത് എന്തിനാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്, അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം വരുന്ന പ്ലേലിസ്റ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിന്റെ മുകളിൽ റൈറ്റ് സൈഡിലായി കാണുന്ന ഐ ബട്ടണിലും ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണത്. അപ്പോൾ ഈ ബോക്സിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ കണ്ടില്ലേ, 4 UPI IDകൾ ഈ ബാങ്കിനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണിച്ചിരിക്കുന്നു. ശരിക്കും ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു UPI ID ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ബാക്കി 3 ഞാൻ എക്സ്ട്രാ അതിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇതാ ഇവിടെ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം ഡിലീറ്റ് ആകുമ്പോൾ മുമ്പത്തെ സ്ക്രീൻ തന്നെ ഇവിടെ ഓപ്പൺ ആകും. പക്ഷേ ഇവിടെ ആ യൂണിയൻ ബാങ്ക് തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് ആ ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേയിൽ നിന്ന് ഇപ്പോൾ റിമൂവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ SBIയുടെ അക്കൗണ്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇനി അതും എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനായിട്ട് ആ SBIയുടെ ആ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത ആ ഓപ്ഷനുകളൊക്കെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് യൂണിയൻ ബാങ്കിനെ പോലെ തന്നെ എനിക്ക് SBIയും റിമൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് ആഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ യൂണിയൻ ബാങ്ക് ഇപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ആണല്ലോ, ആ ബാങ്ക് തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഇവിടെ സ്ക്രീനിന്റെ നടുവിലായിട്ട് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഗൂഗിൾ പേയുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകൾ ഏതൊക്കെയാണോ അതെല്ലാം തന്നെ ഈ സ്ക്രീനിലുണ്ട്. ഇവിടെ സ്ക്രീനിന്റെ നടുവിൽ തന്നെ കുറച്ച് ബാങ്കുകളുടെ നെയിമുകൾ കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സ്ക്രീനിനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും തോറും ഇതുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ബാങ്കുകളും തന്നെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ എനിക്ക് യൂണിയൻ ബാങ്ക് ആണല്ലോ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് യൂണിയൻ ബാങ്കിനെ ഇവിടെ താഴെയായിട്ട് കണ്ടെത്താം. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള മാർഗം ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാങ്ക് ഏതാണോ അത് ഇവിടെ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ യൂണിയൻ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്ററുകൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇവിടെ സ്ക്രീനിന്റെ താഴെയായിട്ട് യൂണിയൻ ബാങ്കിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒറ്റൊരു കാര്യമേ ചെയ്യാനുള്ളൂ, ആ യൂണിയൻ ബാങ്കിന്റെ ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ബാങ്ക് ഗൂഗിൾ പേയുമായിട്ട് വീണ്ടും ആഡ് ആകുന്നതാണ്. പക്ഷേ ഗൂഗിൾ പേയുമായിട്ട് നമ്മൾ ഇതുവരെ ആഡ് ചെയ്യാത്ത ഒരു ബാങ്കിനെയാണ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് അതിലേക്ക് ലിങ്ക് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അത് ലിങ്ക് ആവില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ കുറേ വിവരങ്ങൾ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കാണ് ഇപ്പോൾ സ്ക്രീനിന്റെ മുകളിൽ ഐ ബട്ടണിൽ ഉള്ളത്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ യൂണിയൻ ബാങ്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ആ യൂണിയൻ ബാങ്ക് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ അതിൽ ടച്ച് ചെയ്തതും തന്നെ യൂണിയൻ ബാങ്ക് ഗൂഗിൾ പേയുമായിട്ട് ലിങ്ക് ആയി കഴിഞ്ഞു. ഇനി മുതൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് പോലെ ഗൂഗിൾ പേയിലൂടെ യൂണിയൻ ബാങ്കുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും എനിക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.